പോകുന്നതിനാണ്. അവിടെ എത്രയോ സമ്പന്നന്മാരുണ്ട്, തറവാടുള്ളവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്. പക്ഷേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനാണ്. അതിനു പുറമെ മഹാനവറുകളെ ഏറ്റവും വലിയ സവിശേഷത ഇൽമാണ്. അപ്പോൾ ഈ ഇൽമുള്ളത് നോക്കിയിട്ടാണ് നബി തങ്ങൾ മകളെ കല്യാണം ചെയ്തു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇൽമുള്ളത് നോക്കി കല്യാണം ചെയ്തു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രണ്ടുപേരും രാത്രിയിൽ കൂടിയതാണ്. അങ്ങനെ ആദ്യ രാത്രി സുബ്ഹാനല്ലാഹ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, മോളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളായ സ്വർഗത്തിലെ വനിതകളുടെ ലീഡറായ നിങ്ങളെ അല്ലാഹു എനിക്ക് തന്നല്ലോ. അതിന് പകരമായി എനിക്ക് നിസ്കരിക്കേണ്ടതുണ്ട്. നന്ദി സൂചകമായി എനിക്ക് ഞാൻ നിസ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാൻ എങ്ങനെയാ ചോദിക്കാന്ന് കരുതിയെന്നതാണ്. എന്റെ ഖൽബിൽ എപ്പോഴോ നിസ്കാരം മുദിച്ചതാണ്. തറക ഫീ റസഹുമാ വഖാമാ ഫിദ്ദുജാ വതലദ്ദദാ ഫീ ത്വാഅത്തിർ റഹ്മാൻ. അവർ രണ്ടാളും എണീറ്റ് നിസ്കരിക്കുകയാണ്. കണ്ടോ, കിട്ടിയ നിഅമത്തിന് അല്ലാഹുവിനെ നന്ദി പറയുന്നവരാണ് മഹാന്മാർ. നേരത്തെ ഞാൻ പറഞ്ഞ മഹാനും മഹദിയും 70 കൊല്ലം അവർ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നിസ്കരിച്ചവരാണ്. മഹദിയായ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ആദ്യ രാത്രി നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. അറിയില്ലേ മുഅ്മിനീങ്ങളെ, എത്ര മഹാന്മാരുടെ സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അവർക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തപ്പോൾ അവരതിന് നന്ദി ചെയ്തവരാണ്. സമ്പത്ത് കിട്ടാത്തവർ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിന് നന്ദി ചെയ്തവരാണ്. കാരണം സമ്പത്ത് തരിക എന്നുള്ളത് അല്ലാഹുവിന് നിന്നോട് പ്രത്യേകമുള്ളൊരു പ്രണയം കൊണ്ടൊന്നുമല്ല. നിനക്ക് മോനെ റബ്ബ് സമ്പത്ത് തന്നത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. സമ്പത്ത് തരാത്തതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. കിട്ടിയ സമ്പത്തിന് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് സമ്പത്ത് തന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാണ്. എന്നാൽ സമ്പത്ത് തരാത്ത സമയം ക്ഷമിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു വേറെ ഒരു പരീക്ഷണമാണ്. ഉള്ളതും പരീക്ഷണമാണ്, ഇല്ലായ്മയും പരീക്ഷണമാണ്. അപ്പോൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ തരുമ്പോൾ അതിന് തിരിച്ച് നന്ദി ചെയ്യാൻ നിനക്ക് കഴിയേണ്ടതുണ്ട്. അറിയില്ലേ, സുബ്ഹാനല്ലാഹ്, 10 കൊല്ലം മക്കളില്ലാതെ വിഷമിച്ച്, 15 കൊല്ലം മക്കളില്ലാതെ വിഷമിച്ച്, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മജ്ലിസിലും പോയി ആലിമീങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് പല ട്രീറ്റ്മെന്റുകളും നടത്തി. ഏതായാലും അവസാനം ഭാര്യ പ്രസവിച്ചാന്ന് സുബ്ഹാനല്ലാഹ് ഉച്ചക്ക് 12 മണിക്കാണ് പ്രസവിക്കുന്നതെങ്കിൽ അന്നവൻ അതിന്റെ തിരക്കിലായി പോയി. ളുഹർ നിസ്കാരം പോയി, അസ്ർ നിസ്കാരവും പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെയും കുടുംബത്തിന്റെയും ഭാര്യയുടെയും ഒക്കെ കരച്ചിൽ കേട്ടിട്ട് അല്ലാഹു ദുആക്ക് ഉത്തരം നൽകി സന്താനത്തെ നൽകിയപ്പോൾ, അതേ ആ ഒരു അല്ലാഹു അനുഗ്രഹം നൽകിയപ്പോൾ നന്ദി സൂചകമായി ളുഹർ നിസ്കരിക്കാൻ മറന്നുപോയി. അല്ലേ, ഇത് ധിക്കാരമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരാ. അല്ലാഹുവിന്റെ ഗൗരവമായ ശിക്ഷയെക്കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ്. മാത്രമല്ല, കിട്ടിയ നിഅമത്ത് എടുത്തു കളയാനും അത് കാരണമാണ്. വീട് കിട്ടിയാലോ അങ്ങനെ തന്നെ. സുബ്ഹാനല്ലാഹ്, അന്ന് കുടിയിരിക്കലിന്റെ തിരക്കത്തിലായി അന്ന് എല്ലാ നിസ്കാരവും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നിങ്ങൾ നോക്കൂ, എന്നാൽ മഹാന്മാരങ്ങനെയല്ല.
മഹാനായ ഇമാം നജാശി റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ഒരു ദിവസം ഒരാൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ നജാശി രാജാവ് തന്റെ തലയിൽ കിരീടം ധരിച്ചിട്ടുണ്ട്. സിംഹാസനത്തിലിരുന്നിട്ട് തന്റെ രാജപദവിയിൽ പ്രൗഢിയോടെ ഇരിക്കേണ്ടതിന് പകരം തിണ്ണയിൽ ഇറങ്ങിയിരിക്കുകയാണ് രാജാവ്. തിണ്ണയിൽ ഇറങ്ങിയിരിക്കുകയാണ് രാജാവ്. സുബ്ഹാനല്ലാഹ്, രാജാവ് തലയിൽ കിരീടം വെച്ചിട്ടുണ്ട്, രാജപ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പക്ഷേ നിലത്തിറങ്ങിയിരിക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പോഴാണ് പറയുന്നത്, ഇന്നലെ എനിക്കൊരു ആൺകുട്ടിയുണ്ടായി, ഞാൻ രാജാവാണ്, ശരിയാണ്, എന്റെ രാജപദവി അല്ലാഹു തന്നതാണ്. എന്നിട്ടോ എനിക്ക് ഇന്നലെ ഒരു ആൺകുട്ടിയെ പിൻഗാമിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അപ്പോൾ എനിക്ക് ഇത് ലഭിച്ചിരിക്കുന്ന പരിപൂർണമായ അധികാരവും എന്റെ സർവ അലങ്കാരമുള്ള വസ്ത്രങ്ങളും രാജകിരീടവും ധരിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അടിയറവ് പറയാൻ വേണ്ടി, അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി സൂചകമായി പരിപൂർണമായ താഴ്മ പ്രകടനത്തോടുകൂടെ ഞാൻ നിലത്തിണ്ണയിലിരുന്നതാണ്. അധികാരത്തിന്റെ ചെങ്കോല് കയ്യിൽ കിട്ടിയപ്പോൾ യഥാർത്ഥ അധികാരിയായ അള്ളാഹുവിനെ മറന്നില്ല. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ മഹാൻ നജാശി രാജാവിന്റെ ചരിത്രം വായിച്ചാലും, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചാലും, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വായിച്ചാലും, ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയെ വായിച്ചാലും, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പഠിക്കുമ്പോഴും വേണ്ട, അതിലൊക്കെ ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അവരവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തിന് പടച്ചവന് നന്ദി പ്രകടിപ്പിച്ചവരാണ്. അതുകൊണ്ടാണ് പല മഹാന്മാരും ഉറങ്ങാൻ പേടിച്ചുപോയത്. രാത്രി നിസ്കാരത്തിന് വേണ്ടി സമയം ചെലവഴിച്ചിട്ട് അവർ ഉറങ്ങാൻ പേടിയാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കിതാബാണ് മുർശിദുൽ തുല്ലാബ്. അതിന്റെ 12ാമത്തെ പേജിൽ ഒരു സംഭവമുണ്ട്. ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധനായ സൂഫി വര്യനാണ്. മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ എന്നും വിരിപ്പിലേക്കൂടെ ഉറങ്ങാൻ വേണ്ടി ചൊല്ലാറുള്ളത് 1000 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷമാണ്. ളുഹർ നിസ്കാരം നമുക്ക് മടിയാവുന്നുണ്ടോ? ളുഹർ നിസ്കാരം നമുക്ക് പ്രയാസമായി അനുഭവപ്പെടുന്നുണ്ടോ? മോനെ, അവിടെയാണ് നീ വായിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം ഹറമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം ആവേശമാണ്. മാത്രമല്ല, ജുഇലത്ത് ഖുർറത്തു ഐനി അസ്സലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൺകുളിർമ ലഭിക്കുന്നത്, ഹബീബിന് മനസ്സമാധാനം ലഭിക്കുന്നത് നിസ്കാരത്തിലൂടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ചില ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നഹാ ലകബീറ, ആ നിസ്കാരം അതൊരു വലിയ കാര്യമാണ്, നിസ്കാരം അതൊരു വലിയ ഭാരമാണ്, താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്, എടുത്താ പൊന്താത്ത അവസ്ഥയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഭയഭക്തിയുള്ള ആളുകൾക്കൊഴികെ,
ഖുശൂഉള്ള ആളുകൾക്കൊഴികെ അവർക്ക് നിസ്കാരം ഹരമാണ്, അവർക്ക് നിസ്കാരം എനർജിയാണ്. എന്നാൽ മുനാഫിഖീങ്ങളായി ഹൃദയം ചത്തുപോയവർ, അവർക്ക് നിസ്കാരം അലർജിയാണ്. നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ രാവിലെ മുതൽ സുബ്ഹാനല്ലാഹ് ഇറങ്ങിയിട്ട് മരം വലിക്കാൻ പോകും, അതുപോലെ മെഷീൻ കല്ലേറ്റാൻ പോകും, എല്ലാ പണിക്കും പോകും. പക്ഷേ അതിനൊന്നും ഒരു പ്രയാസമില്ല. നേരെ മറിച്ച് ഒരു കൈയും കാലും തേച്ചുകിയിട്ട് ഒരു 4 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാരമാണ്, അതൊരു വലിയ പ്രയാസമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് മുനാഫിഖിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി ഒരുപാട് അടയാളങ്ങളുണ്ട്. നമ്മൾ പേടിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകൾ നേരം വെളുക്കുമ്പോൾ മുസ്ലിമാണ്, വൈകുന്നേരം അവൻ കാഫിറായി പോയി. ചിലർ വൈകുന്നേരം അവൻ കാഫിറായിരുന്നു, എന്നാ നേരം വെളുക്കുമ്പോൾ അവൻ മുസ്ലിമാണ്. എപ്പോഴാണ് ഈമാൻ ഊരപ്പെട്ട് പോവാന്ന് പറയാൻ കഴിയില്ല. റമളാൻ മാസത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം ബേജാറാണ്. നിങ്ങൾ നോക്കൂ, മുനാഫിഖിന് ഒരുപാട് അടയാളം പറഞ്ഞു തന്നിട്ടുണ്ട്. മുനാഫിഖിന് വുളൂ ദായിമാക്കാൻ കഴിയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ എത്ര വിചാരിച്ചാലും നടക്കൂല. എന്നാൽ മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ് അവർ എപ്പോഴും വുളൂ ദായിമാക്കാൻ അവന് സാധിക്കും, അവനതിന് കഴിയും, അവനതിന് തയ്യാറാണ്. ധാരാളം അടയാളങ്ങളുണ്ട്. ഒരടയാളം അതാണ്. രണ്ടാമത്തത്, മുനാഫിഖായ മനുഷ്യനെ എങ്ങാനും പിടിച്ചിട്ട് പള്ളിയിൽ കൊണ്ടുവന്നിട്ടാൽ മത്സ്യത്തെ പിടിച്ചിട്ട് കരയിലിട്ട് മാതിരി അല്ലേ? ജുമാ തീരാ നേരത്തെ ആ അവസാനത്തെ ഖുതുബ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുന്ന സമയത്താണ് സുബ്ഹാനല്ലാഹ് ഇവൻ പള്ളിയിലേക്ക് അവൻ വരിക തന്നെ ഈ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുമ്പോഴാണ്. എന്നിട്ട് സലാം വീട്ടി ഇമാമ് ഒന്നാമത്തെ സലാം വീട്ടി രണ്ടാമത്തെ സലാമും വീട്ടുന്ന റോട്ട് വന്നാവും. ഇങ്ങനെ പള്ളിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യത്തെ പിടിച്ച് കരയിലിട്ടതുപോലെ അതൊരു വല്ലാത്ത വിഷമാണ്. ഇത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഞാൻ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. ആകാശത്തിന് 7 തട്ടുണ്ടെന്ന് നമുക്കറിയാം. സ്വർഗത്തിന് 100 തട്ടുകളാണ്. സ്വർഗത്തിന് അല്ലാഹു പടച്ചിരിക്കുന്നത് സുബ്ഹാനല്ലാഹ്. എന്നാൽ അർളുഹസ് സമാവാതു വൽ അർള്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആകാശ ഭൂമിയേക്കാൾ വിസ്തൃതിയുള്ള സ്വർഗലോകം കണ്ടില്ലേ? ഇപ്പൊ ശാസ്ത്രജ്ഞന്മാര് പുതിയ പുതിയ ഗ്രഹങ്ങളും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ്. പക്ഷേ ഇന്ന് വരെ അവർ ആകാശം കണ്ടെത്തിയിട്ടില്ല. ഞാൻ വെറുതെ പറയുകയിൽ ആകാശം എന്ന് നമ്മൾ പറയാറുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് മേപ്പോട്ട് നോക്കുമ്പോൾ കാണുന്ന ശൂന്യതയെ കുറിച്ചാണ് ആകാശം എന്ന് പറയാറുള്ളത്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്ഫടിക സമാനമായ ഒന്നാനാകാശമുണ്ട്. ഇവരീ പറയുന്ന സംഗതികളൊക്കെ അതിന്റെ താഴെയാണ്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് 7 ആകാശമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള 7 ആകാശങ്ങൾക്കിടയിലുള്ള വൈദൂരം എത്രയാണ്? എന്നാൽ ഇതുപോലെയാണ് സ്വർഗലോകം 100 തട്ടുകളായി അല്ലാഹു പടച്ചു. ആ സ്വർഗലോകത്തിൽ മധ്യത്തിലുള്ള തട്ടാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസ് ഏറ്റവും പവറുള്ള തട്ടാണ്. നിങ്ങൾ ചോദിക്കുമ്പം ഫിർദൗസ് തന്നെ ചോദിക്കണം. സ്വർഗത്തിൽ എനിക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ് എന്ന് തന്നെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ചോദിക്കുമ്പം വലുത് ചോദിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ